ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിത് കഞ്ചിക്കോട് മാരിമ്പൂജിക്ക് പോകുമ്പോഴുള്ള ഒരു വ്ളോഗാണ്. അതായത് 1-1.5 മണിക്കൂർ കാത്തിരുന്ന ശേഷം പോകണോ വേണ്ടിയോ എന്നുള്ള തീരുമാനങ്ങൾക്ക് ശേഷം പോകണമെന്നായി. അങ്ങനെ 8 മണി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എല്ലാവരും ഓരോ ഭാഗത്ത് സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകില്ല വരില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നു ഗൈസ്. അതിനുശേഷം ഞാനും അച്ഛനും മാത്രമായി. ബാക്കിയുള്ളവർ കുറച്ച് പേര് ഓട്ടോയിൽ കയറിപ്പോയി, ബാക്കിയുള്ളവർ ബാക്കിൽ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങളൊക്കെ കൂടി സംസാരിച്ചിരിക്കുകയാണ് ഓട്ടോന് വെയിറ്റ് ചെയ്തിട്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ഓരോ ഓട്ടോയിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഒരാളിനെ വിട്ടിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി 2ാം പ്രാവശ്യം പോവുകയാണ്. അതിനുശേഷം ATM ക്യാഷ് എടുക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ കഞ്ചിക്കോട് ജംഗ്ഷൻ എത്തി ഗൈസ്. അവിടെ എത്തുമ്പോൾ അത്യാവശ്യം തിരക്ക് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു സെറ്റ് സ്ഥലത്ത് കാണുന്ന അവിടെ പോയി നിന്നു. കുറേ വർഷങ്ങളായി ശരിക്കും പറഞ്ഞു വെച്ചാൽ പോകുന്നത്. നേരത്തെയൊക്കെ വർഷം പോകുമായിരുന്നു. ഇപ്പോൾ പിന്നെ അതിനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ വർഷം പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇപ്പോൾ പോപ്പേഴ്സ് കാര്യങ്ങൾ നല്ല തിരക്കെന്ന് പറഞ്ഞാലും പോരാ, നല്ല തിരക്ക്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ പ്രാവശ്യം വന്നു ഗൈസ്. അവൾ ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ ഞങ്ങളോട് വരാറില്ല. കളിക്കും ചിരിക്കും അങ്ങനെ എന്നല്ലാണ്ട് പുറത്തൊന്നും വരില്ല. ഈ പ്രാവശ്യം ഞങ്ങളോട് അവൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ടെഡികൾ, അതായത് ഇപ്പോഴത്തെ സീസണിൽ മെയിനായിട്ടുള്ളൊരു സാധനം തന്നെയല്ലോ. പിന്നെ തെയ്യത്തിൻ്റെ ഒരു ഡാൻസ് കാര്യങ്ങൾ എല്ലാ പരിപാടികളും ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശിങ്കാരി മേളം, അതുപോലെ തന്നെ തമ്പോലും നെയ്യാണ്ടി മേളം, ബാൻഡ് സെറ്റ്, അങ്ങനെ എല്ലാ പരിപാടികളും അവിടെ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ സത്യത്തിൽ പറയാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയും സംസാരിച്ച് നിന്ന് എല്ലാ പരിപാടികളും അവിടെ കഴിഞ്ഞു. പിന്നെ കുറച്ച് വണ്ടി വേഷങ്ങളും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു പറഞ്ഞു വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മാറിയ ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മാറിയത്. അതിന് ശേഷം ഞങ്ങൾ ഓട്ടോന് ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കാളനുണ്ടായിരുന്നു. അപ്പോൾ കാളൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും വാങ്ങിച്ചിട്ട് ഞാനും അനിയും കൂടിയിട്ട് അമ്മമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്നത് കഴിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിൽ അവിടെ ഹാളുണ്ടായിരുന്നു. അവിടെ പോയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ഫുൾ ഓഫ് ചളീസ് കോമഡീസ് അങ്ങനെ എക്സെട്ര. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.